ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +2 കഴിഞ്ഞിട്ട് ബിടെക് എടുത്ത അതെ എഞ്ചിനീയറിംഗിലേക്ക് കടന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കീം എന്ന് പറയുന്ന വലിയൊരു കടമ്പ കഴിഞ്ഞ് പല അലോട്ട്മെന്റുകളിലൂടെയും അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷനിലൂടെയും കടന്നു വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാകും. ഭൂരിഭാഗം പേരും KTU കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ +2 വരെ വന്ന പോലെ അല്ല, മാർക്കിംഗ് സ്കീം അങ്ങനെയല്ല, പരീക്ഷകൾ അങ്ങനെയല്ല, യൂണിറ്റ് ടെസ്റ്റുകളോ ഓണപ്പരീക്ഷയോ ക്രിസ്മസ് പരീക്ഷയോ അങ്ങനത്തെ ഒരു സിസ്റ്റമേ അല്ല. നിങ്ങൾക്കുള്ളത് 4 വർഷമാണ്. ആ 4 വർഷത്തിലെ 8 സെമസ്റ്ററുകളാണ്. ഓരോ സെമസ്റ്റർ എന്ന് പറയുന്നത് 5 മുതൽ 4 മാസം വരെ മാത്രമാണ്. ആ സെമസ്റ്ററിനുള്ളിൽ തന്നെ 2 സീരീസുകൾ വരും. ഇനി സെമസ്റ്ററിന്റെ മാർക്കാണെങ്കിലോ A+ലോ മാർക്കിലോ അല്ല, മറിച്ച് നിങ്ങൾ SGPയിലും CGPയിലും കണക്കാക്കണം. എല്ലാ വിഷയവും ഒരുപോലെ പഠിച്ച് നിങ്ങൾ സ്കോർ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഓരോ വിഷയത്തിനും നിശ്ചിത ക്രെഡിറ്റുകളുണ്ട്. ക്രെഡിറ്റുകൾ എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റേജ് കൂടും. നിങ്ങൾ പഠിക്കുന്നത് പല പല ബ്രാഞ്ചുകളിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതും ഡിഫറെൻ്റ് ആണ്. ഓരോ ബ്രാഞ്ചിലും ഈ പറയുന്ന പോലെ ചെയ്യേണ്ട ഇന്റേൺഷിപ്പുകൾ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന KTUവിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിച്ചു തുടങ്ങി S3യിൽ പഠിക്കുന്ന കുട്ടികളോ ആണ് എങ്കിൽ ജസ്റ്റ് ഒരു കാര്യം പറയാം, നിങ്ങളുടെ കംപ്ലീറ്റ് സ്റ്റഡി പാക്ക് അവൈലബിൾ ആണ്. ഏതൊരു ബ്രാഞ്ച് ആയാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് സബ്ജക്ട്സ് നമ്മുടെ സ്റ്റഡി പാക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് സ്കോളർഷിപ്പുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്കോളർഷിപ്പുകൾ എങ്ങനെ എത്ര പെട്ടെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് തന്നെ 82,000 രൂപയിലധികം സ്കോളർഷിപ്പുകൾ, അതായത് അത്രയോളം വെർത്ത് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ബിടെക്കിന്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ്? ജസ്റ്റ് നിങ്ങളുടെ ഒരു പാസ്ബുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും ബാക്കി ബേസിക് അക്കാഡമിക് ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ, അതായത് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ആൻഡ് എലിജിബിലിറ്റി, അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ ഇപ്പോൾ കറന്റ് ഓപ്പൺ ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ തന്നെ ഞാൻ പരിചയപ്പെടുത്താം. അത് കോളേജ് ദോസ്തിന്റെ വാട്സാപ്പ് ബോട്ടാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എൻക്വയറി സ്കോളർഷിപ്പ് റിലേറ്റഡ് ആണ് എങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു PDF ആക്കി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫർദർ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കും അത് എലിജിബിൾ ആണോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാം. നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന പരീക്ഷ നിങ്ങളുടെ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസിന്റെയും മാർക്കുകൾ വെച്ചിട്ടാണ് ഇന്റേണൽ എക്സാം മാർക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷയം 100 മാർക്കിനാണ് എങ്കിൽ അതിൻ്റെ 40% ഇന്റേണൽസ് ആണ്. ബാക്കി 60% മാത്രമാണ് നിങ്ങൾ എഴുതി പരീക്ഷ മുഖേന കിട്ടേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SGPയും CGP ആണ്. ഓരോ സെമസ്റ്റർ വൈസ് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെ അതിന്റെ ക്രെഡിറ്റുകൾ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്രെഡിറ്റ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ SGPA കിട്ടുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററിലും മേടിക്കുന്ന SGPAയുടെ ക്യുമുലേറ്റീവ് ആവറേജ് ആണ് CGPA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇയർ ബാക്ക് സിസ്റ്റം KTUവിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. ഓരോ സെമസ്റ്ററുകൾ കഴിയുമ്പോൾ, അതായത് ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പോൾ S4ൽ അല്ലെങ്കിൽ S6ലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മിനിമം ക്രെഡിറ്റ്സ് വേണം. മിനിമം ക്രെഡിറ്റ്സ് ഇല്ല എങ്കിൽ ഇയർ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ലാസ്റ്റ് ഒരു വിദ്യാർത്ഥി MA കോളേജിൽ സംഭവിച്ച് നമ്മളെ കണ്ടു. അപ്പോൾ ഒരു വർഷം നിങ്ങളുടെ ഇനി വരുന്ന ജൂനിയേഴ്സിന്റെ കൂടെ പഠിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ എഞ്ചിനീയറിംഗിനുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സോടുകൂടി പഠിച്ചു തുടങ്ങുക. ഇതുപോലുള്ള ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോകളായിട്ട് ചെയ്യുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ ബാക്കി ഡൗട്ടുകൾ, ഇപ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്, വളരെ ബേസിക് ലെവലിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിന്റെ സിലബസിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ട്സിനെ കുറിച്ചുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. അതുപോലെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് അറിയേണ്ടവർ അവരുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.